ചേട്ടാ, നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്ത നിവാരണ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. അത് വകമാറ്റി ചെലവഴിച്ചു എന്നൊരാക്ഷേപം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. നമ്മുടെ സാമ്പത്തിക വിദഗ്ധരും ഒക്കെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു മറുപടി കോടതിയുടെ ചോദ്യങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെങ്കിലും ഇതൊന്നും അതിന് കൃത്യമായൊരു മറുപടിയല്ല. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെ സർക്കാർ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ? എന്താ ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ വയനാട് ദുരന്ത നിവാരണ ഫണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ഒരു ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതല്ല അതിലെ വിഷയം. അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ദുരന്തങ്ങൾ ഒരവസരങ്ങളായി സർക്കാർ കാണുന്നുണ്ടോ എന്നതാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നം. കാരണം നമ്മുടെ പല വിധത്തിലുള്ള പിടിപ്പുകേടുകളെ കൊണ്ടും പല വിധത്തിലുള്ള ഈ കെടുകാര്യസ്ഥത കൊണ്ടും ഈ തകർന്നിരിക്കുന്ന ധനവ്യവസ്ഥയിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായും പിടിവള്ളിയായും ഈ ദുരന്തങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഉയരുന്ന ചോദ്യം അതാണ്. അങ്ങനെയാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്ന ഈ വിഷയത്തിൽ അതുകൊണ്ട് ഉണ്ടായ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ദുരന്ത നിവാരണ ഫണ്ട് ചെലവഴിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ രൂപം ഉദ്യോഗസ്ഥ തലത്തിലോ ഭരണതലത്തിലോ പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയല്ലേ? കാരണം എന്താണ് ദുരന്ത നിവാരണ ഫണ്ടെന്നും അത് ചെലവഴിക്കുന്നതിലെ മാനദണ്ഡം എന്തെന്നും നമുക്ക് കൃത്യമായി ഒരു ചിന്ത, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ഒരു എഫിഷ്യൻ്റായ ഒരു പദ്ധതി, അതിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മുടെ പറയുന്നത് ആരുടെ കയ്യിലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ പ്രശ്നം തന്നെയാണ്, വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിലും കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കാവുന്ന ഫണ്ടുകൾ നമ്മൾ കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഫണ്ട് വിതരണത്തിൽ അല്ലെങ്കിൽ ടാക്സിലെയോ ഒക്കെയുള്ള പ്രപ്പോർഷനെ പറ്റിയൊക്കെ ഇന്നലെയും ധനകാര്യ കമ്മീഷന് മുമ്പ് നിർദ്ദേശം കൊടുക്കുന്നു. അവർ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നു. ഒരു ചർച്ച ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും. അല്ല, അത് ഈ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കേന്ദ്ര ധനകാര്യ കമ്മീഷണർ കേരളത്തിലെ എല്ലാ സന്ദർശനങ്ങളിലും അവരിവിടെ വന്നിട്ടുണ്ടല്ലോ. അവർ കേരള പര്യടനത്തിന്റെ ഭാഗമാണ്. അവരാണല്ലോ നിശ്ചയിക്കുന്നത്. 76 മുതലുള്ള 5 വർഷത്തേക്കുള്ള നമ്മുടെ പദ്ധതി വിഹിതം നിശ്ചയിക്കുന്നത് ധനകാര്യ കമ്മീഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോലും നമ്മൾ പറയുമ്പോൾ അവരതിന് കൃത്യമായ ചില മറുപടികൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ടാക്സിൻ്റെ വിതരണം അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതേ അവസ്ഥയിൽ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഭീകരമായ വീഴ്ചയെന്ന് പറയുന്നത് ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഇതല്ലാതെ പല വിധത്തിലുള്ള ഫണ്ടുണ്ടല്ലോ, നമുക്ക് സഹായം ലഭ്യമാക്കുന്ന ഇത് കൃത്യമായി നേടിയെടുക്കുന്ന കാര്യത്തിൽ, വേണ്ട കണക്കുകൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അതിഭീകരമായ വീഴ്ചയുണ്ട്. ഇത് ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം തകരാറല്ല. ഇവിടെ LDF ഭരണത്തിൻ്റെ മാത്രമായ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുന്നില്ല. ഭരണകൂടത്തിൻ്റെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എത്ര പാക്കേജുകളാണ് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ തങ്ങി നിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെ വേണ്ട വിധത്തിൽ നമ്മൾ പദ്ധതികളെന്ന് പറയുമ്പോൾ വലിയ പദ്ധതികളെ പറ്റി ചിന്തിക്കുകയും കോടിക്കണക്കിന് മുതൽ മുടക്കിനെ പറ്റി ചിന്തിക്കുകയും അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥ തലം മുതൽ അതിൽ ലഭിക്കുന്ന കമ്മീഷനുകൾ ഒരർത്ഥത്തിൽ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരെക്കാൾ വലിയ തിമിംഗലങ്ങളെന്ന് പറയുന്ന ഉദ്യോഗസ്ഥത്തിലാണുള്ളതെന്നാണ്. വമ്പൻ സ്രാവുകൾ എന്ന് പറയുന്നത് അവരാണെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അവരുടെ പിടിയിൽ പെട്ടുപോകുന്നു നമ്മുടെ ഭരണ നേതൃത്വം പലപ്പോഴും. അതിലെ ചുരുക്കം ചിലരെ കൂടെ അതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ വേണം അതിനെ കാണാൻ. അല്ലാതെ ഒരു ഭരണത്തിൻ്റെ വീഴ്ച എന്ന നിലയിൽ അല്ല അതിനെ കാണാൻ എന്നാണ് എൻ്റെ കൃത്യമായ. അല്ലാതെ UDFന്റെ കാലത്തും ഇത്തരത്തിൽ അവിടെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തു നിൽക്കുകയാണല്ലോ. അദ്ദേഹം നടത്തിയ കൃത്യമായും അത് ഭരണതലത്തിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നു, സകലമാന ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പ്രിൻസിപ്പൽ കേസ് വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഭരണ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിലെ ഈ വീഴ്ച എന്ന് പറയുന്നത്. പിന്നെ പാക്കേജുകളെ പറ്റി പറയുമ്പോൾ കേന്ദ്ര സഹായത്തോടുകൂടി നടപ്പാക്കാൻ വലിയ ഫണ്ടുകൾ ലഭ്യമാക്കാവുന്ന എത്ര പദ്ധതികളുണ്ട്. കുട്ടനാട് പാക്കേജ് എത്രയോ വർഷങ്ങളായി നമ്മൾ പറയുന്നൊരു കാര്യമാണ്.
കുട്ടനാട് പാക്കേജിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കപ്പെട്ടതാണ്. അതിനകത്ത് കൃത്യമായ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും ഒക്കെ ഉൾപ്പെടുന്ന കുട്ടനാടെന്ന് പറയുന്നത് നമ്മുടെ നെല്ലറകള ഒന്നെന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ്. എന്തായാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് മോചനം നേടാൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അല്ലാതെ നമുക്ക് മാർഗമൊന്നുമില്ല. അതൊരു വസ്തുതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സഹായങ്ങൾ കൊണ്ടും കടമെടുത്തും അതിനേക്കാളുപരി ഈ ഉൽപ്പാദനം അതിൽ നെൽകൃഷിയുടെ നെൽവയലുകളുടെ എണ്ണം എത്ര ഭീമമായിട്ടാണ് കഴിഞ്ഞ ഒരു കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഉള്ളതിൽ നിന്നും അതിൻ്റെ എത്രയോ അംശമായി കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നെൽവയലുകളുടെ വിസ്തൃതി. ഞാൻ പറഞ്ഞത് ആ കുട്ടനാടിനെ എടുത്തുകൊണ്ട് പറഞ്ഞെങ്കിലും മൊത്തത്തിൽ കേരളം മുഴുവനുള്ള ഒരു പാലക്കാടും ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടനാടിന് വേണ്ടി വളരെ കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കിയ പദ്ധതി ഇപ്പോഴും ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയല്ലാതെ ഒരർത്ഥത്തിലും അത് ഫലപ്രദമായ രീതിയിൽ നടപ്പാകുന്നില്ല. അഭിപ്രായമുണ്ട്. എം എസ് സ്വാമിനാഥനൊക്കെ വലിയ താല്പര്യമെടുത്ത് തയ്യാറാക്കിയ പദ്ധതികളുണ്ട്. അദ്ദേഹം അവിടുത്തുകാരൻ കൂടിയാണല്ലോ, അംഗംകാരൻ കൂടിയായ അദ്ദേഹത്തിന് ഇത് അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ തയ്യാറാക്കപ്പെട്ട പദ്ധതിയെപ്പോലും നമ്മളെ വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളെ പിന്നെ ഒരുപാട് വന്നിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അതേപോലെയാണ് ഞാനൊരു പമ്പ പുനരുദ്ധാരണ പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി. അത് വളരെ നാളത്തെ ശ്രമഫലമായിട്ട് വളരെ നേരത്തെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുത്തിയെടുത്തതാണ്. ഈ പമ്പാ നദിയിലെ മാലിന്യം ഇത് ചെയ്യുന്നതിനും പമ്പാ നദി വരട്ടാറ് എന്ന് പറയുന്ന പമ്പാ നദിയുടെ ഒരു അടഞ്ഞുപോയ ഒരു ഭാഗം പുനരുദ്ധരിക്കുന്നതും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വരട്ടാർ പുനരുദ്ധാരണ പദ്ധതി എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഈ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹമൊക്കെ നേരിട്ട് ഇടപെട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ പിന്നെ ഈ മണല് വലിയ വലിയ വീഴ്ചകളാണ്. ആ ഫണ്ടൊക്കെ ഇതെല്ലാം ലാപ്സായി പോകുന്നൊരവസ്ഥ. കാരണം സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ വരുന്ന അഭാവമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. കല്ലട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനൊരു മാതൃകയായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമായി കല്ലട പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയ വർഷങ്ങളോളം ദശാബ്ദങ്ങളോളം ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള പദ്ധതി. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വേണം നമ്മൾ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ അങ്ങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ നിസാരം ഇത് പദ്ധതികളുടെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ടൂറിസം വകുപ്പ് വഴി ഒരു പ്രോജക്റ്റ് വെച്ച് കേന്ദ്രം സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് സമയത്തിന് പ്രോജക്റ്റ് ഒന്നും കൊടുത്തുമില്ല, കേന്ദ്ര സഹായം കിട്ടിയുമില്ല. അതല്ലേ അതിൻ്റെ സത്യാവസ്ഥ? 2 കോടി രൂപ അതിനുവേണ്ടി നൽകാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച കൊണ്ട് മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് അത്. പാർലമെന്റിൽ ടൂറിസം സഹമന്ത്രിയാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി കൃത്യമായിട്ട് ചോദ്യത്തിന് ഉത്തരം പറയുകയും ചെയ്തു. ഈ നമ്മുടെ ആ കൃത്യമായ പ്രപ്പോസൽ സമയത്തിന് ലഭിക്കാതെ പോയതിനെ പറ്റി. അതുകൊണ്ടാണ് ഇതൊന്നും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ടൂറിസം പ്രൊജക്റ്റുകൾക്ക് ഒത്രയോ പദ്ധതികളുണ്ട്. അമൃത് പദ്ധതി എന്ന് പറയുന്ന ഈ നഗരങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കാനുള്ള ഒരു കൺസോളിഡേറ്റഡ് ശ്രമമാണ് ആവശ്യം. അതല്ലാതെ നമ്മൾ ഈ ദുരന്ത നിവാരണത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇനി അപ്പോൾ നമ്മുടെ ഭാഗത്ത് വാസ്തവത്തിൽ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ഹൈക്കോടതിയിലടക്കം മുഖ്യമന്ത്രി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മന്ത്രിമാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടില്ല എന്നാണ് അങ്ങിപ്പോൾ പറഞ്ഞു വരുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ് വളരെ വലുതാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാൻ. എൻ്റെ കൈവശമുള്ളൊരു വിവരം, ഹൈക്കോടതിയിൽ ഈ കേസ് ഇപ്പം നടക്കുകയാണല്ലോ. അപ്പോൾ ദുരന്ത നിവാരണ ഫണ്ട് എത്രയുണ്ട് എന്ന് കോടതി ചോദിച്ചപ്പോൾ നമ്മുടെ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞ ഉത്തരം 677 കോടി എന്നാണ്. അത്രയും രൂപ നമ്മുടെ കൈവശമുണ്ട്. ശരി, വിശദമായ കണക്കുകൾ കൊടുക്കൂ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തി. വിശദമായ ഒരു കണക്കും അവിടെ കൊടുത്തിട്ടില്ല. കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് അതിനെ വിമർശിച്ചത്. അതാണ് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഈ വിഷയം പറഞ്ഞിരുന്നു. കാരണം പിന്നെ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ എങ്ങനെയാണ് അത് ചെലവഴിക്കേണ്ടതിനെ പറ്റിയുള്ള ഒരു കൃത്യമായ രൂപരേഖയില്ല എന്ന ഇത് നയപരമായ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. കാരണം കേന്ദ്രത്തിൽ നിന്ന് വിഹിതം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. അതിപ്പോൾ നമ്മൾ ധനകാര്യ കമ്മീഷനെ എപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നു. കേരളം ഈ ഒരു എന്താ പറയുക, ചില കാര്യങ്ങളിലുള്ള നമ്മളുടെ വികസനമെന്ന് പറയുന്നത് വലുതായതുകൊണ്ട് ഈ കേന്ദ്ര മാനദണ്ഡങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ആരോഗ്യരംഗത്തുള്ള വികസനം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ജനസംഖ്യ, ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സഹായം വരുന്നത്. അതിനകത്തുള്ള അപാകതകൾ പരിഹരിക്കപ്പെടണം. അതിനകത്ത് ഒരു പക്ഷേ ഈ ദുരന്ത നിവാരണ യജ്ഞത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ
ഈ വയനാട്ടിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മുഴുവൻ തകർന്നു പോയ വീടുകൾ എത്ര എന്ന ഏകദേശ കണക്കുണ്ട്, മുഴുവൻ അറിയത്തിലേക്ക് ഏകദേശ കണക്കുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് കഴിഞ്ഞ ഈ പത്രവാർത്തകളിലൂടെ നമ്മൾ ശ്രദ്ധിച്ച കാര്യം, ഞാൻ ദിവസവും പത്രം എടുത്തു വെച്ച് ഈ വാഗ്ദാനങ്ങളുടെ കണക്കെടുക്കുമായിരുന്നു. ഇങ്ങനെ എടുത്ത അവസരത്തിൽ ഏകദേശം 2200 വീടുകൾ പുനർനിർമ്മിക്കാനുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞിരുന്നു. 2200 വീടുകൾ പുനർനിർമ്മിക്കാൻ പല മേഖലകളിൽ നിന്ന്, ഏത് സർക്കാർ ഏജൻസിയെ അല്ലാതെയുള്ള ഏജൻസികളിൽ നിന്ന്. ഏറ്റവും ഒടുവിൽ ഈ ഇന്നലെയാണ് കർണാടക മുഖ്യമന്ത്രി ഈ സിദ്ധരാമയ്യ അദ്ദേഹം നൽകാമെന്ന് പറഞ്ഞ് എത്ര 200 വീടുകളാണ്, 100-200 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ്. ഇങ്ങനെ സന്നദ്ധ സംഘടനകൾ പറഞ്ഞിരിക്കുന്ന വീടുകളുടെ എണ്ണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ട വീടുകളെക്കാൾ അതിൻ്റെ ഇരട്ടിയിലൊക്കെ അധികമാണ് വരുന്നത്. പക്ഷേ ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഫലപ്രദമായ ഒരു ശ്രമം അത് സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടതാണ്. കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ വന്ന് വീട് വെച്ച് കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അതിനൊരു പദ്ധതി, സർക്കാർ തലത്തിൽ ഒരു കോർഡിനേഷൻ എന്ന വാക്കാണ് അവിടെ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഏകോപനം എന്ന് പറയുന്നത് അത് ഇല്ല എന്ന്, അതാണ് ഈ ഏകോപനമില്ലായ്മ മൂലം നമ്മുടെ ഓരോ വകുപ്പുകളിലും വരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. കാരണം റോഡ് റോഡ് പണി കഴിയുമ്പോഴാണ് ഈ പൈപ്പുകൾ വീണ്ടും കുത്തിപ്പൊളിക്കുന്നത്. പൂർണ്ണമായി ഇപ്പോൾ ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൊക്കെ എത്ര തവണ ഈ അവസരം ഉണ്ടായെന്നറിയാമോ? കാരണം പണി അങ്ങോട്ട് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കാണ് കുടിവെള്ള വിതരണത്തിന് വേണ്ടിയുള്ള ഈ അത് തീരണതും ഇലക്ട്രിസിറ്റിക്കാര് ഇതപ്പോൾ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷനിലായ്മ അത് ഇക്കാര്യത്തിൽ ഈ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ വളരെ വ്യക്തമാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സർക്കാരിന് ഒരു വലിയ സഹായം അല്ലാതെ തന്നെ ഇപ്പോൾ വയനാടെന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അവിടെ ദുരന്തത്തിനിരയായ ഒരാളിന് ഒരു ദിവസം 300 രൂപ വെച്ച് കൊടുക്കും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് വാടകയ്ക്ക് താമസിക്കാം, അവരുടെ വാടക സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല, ഇതിനുള്ള പണമില്ല. ഇതിപ്പോൾ ഇത്രയും ആഴത്തിൽ ഇത്രയും കടുത്ത വിമർശനം ഉയരാൻ ഒരു കാരണം കൂടിയുണ്ട്. നമ്മുടെ CAG പല തവണ പറഞ്ഞിട്ടുണ്ട്, കേരള സർക്കാർ ഈ ഓരോ പദ്ധതികൾക്കും വരുന്ന ഫണ്ട് വക മാറ്റി ചെലവഴിക്കുന്നു. മുമ്പും പല തവണ CAG റിപ്പോർട്ടുകൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഈ ഹൈക്കോടതിയിലും കൂടെ സർക്കാർ ഈ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയപ്പോൾ ഉയർന്ന സംശയം അതാണ്, ഈ ഫണ്ട് വക മാറ്റി ചെലവഴിക്കുന്നുണ്ടോ എന്ന്. എന്താണ് ആ കാര്യത്തിൽ നമ്മൾ ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ നിലപാട് ഇപ്പോൾ ഉടൻ നമ്മൾ അറിയും ഇക്കാര്യത്തിൽ. കാരണം ഈ ചോദ്യങ്ങൾക്ക് ഹൈക്കോടതിക്ക് ഉത്തരം കിട്ടിയേ മതിയാകത്തുള്ളൂ. കാരണം ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ എങ്ങനെയാണ് നമ്മളിപ്പം അത് വെറുതെ നമ്മളിങ്ങനെ കിട്ടുന്നില്ല, സഹായം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം സത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായുള്ള പദ്ധതി വിഹിതത്തിലടക്കം അല്ലെങ്കിൽ ടാക്സിൻ്റെ വിഭജനത്തിലടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ചില പൊളിച്ചെഴുത്തുകളുണ്ട്. അത് ബോധ്യപ്പെടുത്തുകയും അത് ആ തരത്തിലുള്ള ചർച്ച കൊണ്ടും അക്കാര്യത്തിലാണ് ഏറ്റവും ഈ ധനകാര്യ കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ കഴിയേണ്ട ഒരു കാര്യം. അത് ആ വിധത്തിൽ നടക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ, ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ആ ദുരന്തങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല. ആ കഴിയാത്തതിന് ഉള്ള കാരണം നമുക്ക് കിട്ടുന്നില്ല, ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മാത്രമായി മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. ലഭിക്കേണ്ടത് ലഭിക്കണം, ഇത് വേറൊരു വിഷയം. വിഹിതം ലഭിക്കേണ്ടത് ലഭിക്കണം. ധനകാര്യ കമ്മീഷൻ്റെ സംസ്ഥാനങ്ങളുമായി വിഭജനമെന്ന് അല്ലെങ്കിൽ അതിനുള്ള ശുപാർശകൾ കൃത്യമായി നൽകണം. സഹായങ്ങളെ ഇത് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനം, നമ്മുടെ അവകാശങ്ങളാണ്, ഫെഡറൽ സംവിധാനമാണ്. ഈ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം പോലെ തന്നെ ശക്തമായില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അത് ചർച്ചകളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും വേണ്ടി നമ്മൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഏകോപനമില്ലായ്മ, ഉദ്യോഗസ്ഥതലത്തിലുള്ള വീഴ്ച, ലഭ്യമാകുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് ഉപയോഗിക്കാത്തതിലുള്ള കാര്യം, അതോടൊപ്പം സമയത്തിന് ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം, സമയബന്ധിതമായി തീർക്കുക എന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ തീരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഉണ്ടാകുന്ന അതിഭീമമായ നഷ്ടം, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അത് മനസ്സിലാക്കിയുള്ള ഒരു പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ ദുരന്തത്തിന് ഇതാകും ഏറ്റവും വലിയ ദുരന്തം. മറ്റേ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിട്ടാണ് ഈ ഒരു മാനേജ്മെൻറ്റ്, ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതായി കഴിഞ്ഞു. അത് തുടരും എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒന്നാമത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കുന്നത് കൃത്യമായ ഒരു എന്താ പറയുന്നത്, അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു. അത് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചില ചർച്ചകളൊക്കെ നടന്നു ചില മാധ്യമങ്ങളിലേക്ക്. അപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ പണം പാസ്ബുക്കിൽ കാണും പക്ഷെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല.
അപ്പോൾ ഈ പണം ഇവിടെ വേണ്ട വിധത്തിൽ ഈ ദുരന്തത്തിൻ്റെ ഇരയായവർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ നമുക്കിനിയും സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ എന്താ പറയേണ്ട ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയും ഈ കാര്യങ്ങളുടെ ഏകോപനമില്ലായ്മയും ഇപ്പോൾ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, കർണാടക സർക്കാർ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് വന്നു. ഇവിടെ കോൺഗ്രസ്സുകാർ തന്നെ 140 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു വന്നു. അതുപോലെ സേവാഭാരതി വീടുകൾ അവർ ഒരു വശത്ത് അതിൻ്റെ വർക്ക് ദേശീയ സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സർക്കാരുമായിട്ട് ചേരുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. DYFI ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകളും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൃത്യമായിട്ട് ഏകോപിപ്പിച്ച് നമുക്ക് എന്താണോ ഇവിടെ ആവശ്യമുള്ളത് അതിന് വേണ്ടുന്ന പണം അത് ഇത്രയാണ്, അത് നൽകണം എന്ന് ആവശ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധി പോയിട്ട് അവിടെ മെമ്മോറണ്ടം കൊടുത്തു. അപ്പോൾ അതിതീവ്ര ദുരന്തം എന്ന കാറ്റഗറിയിൽ ഇതിനെ പെടുത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. അക്കാര്യം പ്രിയങ്കയോട് അമിത്ഷാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. നല്ല ഈ തീവ്ര ദുരന്തത്തെ പറ്റിയുള്ള അതിനകത്തും ചില വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളെ പറ്റി അതിതീവ്ര ദുരന്തത്തിൽ പെടുത്താൻ കഴിയുമോ കഴിയത്തില്ല, അങ്ങനെ അല്ലിപ്പോൾ ഈ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ അതിതീവ്ര ദുരന്തമെന്ന് പറയുന്നതിൽ പെടുത്തുന്നതിനൊക്കെയുള്ള ഒരുപാട് കടമ്പകളുണ്ട്. അത് നമ്മൾ അങ്ങനെ അല്ല ഇപ്പോഴതിൻ്റെ ഒരു മാനദണ്ഡം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം കേന്ദ്രത്തിന് പ്രത്യേക സഹായം നൽകാൻ കഴിയുമെങ്കിൽ അത് കേന്ദ്രം നൽകട്ടെ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇതിന് കൃത്യമായൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ഈ ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നതിന് ശേഷം ജനം പോലും കൺഫ്യൂഷനാണ് ഇക്കാര്യത്തിൽ, അല്ലേ? അതെ, സംസ്ഥാന സർക്കാരിന് നേരെയാണ് സംശയം മുഴുവൻ ഇവിടെ ആവശ്യത്തിനാണ്. അത് തീർക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. വളരെ കൃത്യമായ മറുപടി നൽകി അത് തീർക്കേണ്ട ഉത്തരവാദിത്വം എന്തെങ്കിലും മാത്രമേ നമുക്ക് ഈ കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി. ഇവർ മറ്റൊരു വലിയ വീഴ്ച കൂടെ ഇവർക്ക് പറ്റി. ഇവർ ഈ പ്രതിപക്ഷ എംപിമാരെല്ലാവരും കൂടെ പോയി അമിത്ഷായെ കണ്ടു പ്രിയങ്കയുടെ നേതൃത്വത്തിൽ. കേരളത്തിൽ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, ഈ 2 പേരെയും കൂടെ കൊണ്ടുപോയില്ല. ഈ 2 പേരെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരും കൂടി സംസാരിച്ച് ഈ കാര്യങ്ങൾ എളുപ്പമാക്കുമായിരുന്നു. ഇത് BJPയുടെ ആൾക്കാർ, BJPയുടെ മന്ത്രിമാർ എന്നുള്ള നിലയ്ക്ക് അവരെ അകറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഈ സംസ്ഥാന സർക്കാർ ഇതിലെങ്കിലും രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് അങ്ങനെ അകറ്റി നിർത്തിയതായിട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയരുന്നത്. സർക്കാർ അവരെന്തായാലും ഈ പാർലമെന്റ് അവരുടെ സഹായമില്ലാതെ കേന്ദ്രത്തിലുള്ള 2 മന്ത്രിമാരുടെ സഹായം, പ്രത്യേകിച്ച് ഈ ജോർജ് കുര്യനൊക്കെ ആണെങ്കിൽ വളരെ കീനാണ് ഇക്കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു സഹായകരമായ നിലപാടെടുക്കാൻ വളരെ കൃത്യമായ ഒരു മനോഭാവമുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും 2 പേരും തീർച്ചയായിട്ടും മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും അവരുടെ സഹകരണത്തോടും കൂടി കാര്യങ്ങൾക്ക് നീങ്ങുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഈ ഫണ്ട് മുഴുവൻ, ഈ കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതൊരു സത്യമാണ്. കേന്ദ്രം അറിഞ്ഞ് സഹായിച്ചേ മതിയാവൂ കേരളത്തെ. അപ്പോൾ ഈ കാര്യത്തിൽ അത് ബുദ്ധിപൂർവ്വം അത് നേടിയെടുക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. ഒപ്പം കൃത്യമായ കണക്കുകൾ ഹൈക്കോടതിയിൽ കൊടുക്കുകയും വേണം. ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മതിയാവും. അല്ലെങ്കിൽ അത് വല്ലാതെ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി സർക്കാർ പഴികേണ്ടി വരും. അതാണ് സത്യം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടരും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇനി ഇപ്പോൾ കോടതിയിൽ അടുത്ത ദിവസം കേസ് ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാകട്ടെ. അതെ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ദുരന്ത ബാധിതർക്ക് അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ, കരുപിടിപ്പിക്കാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് സർക്കാരിന്റെ ജോലി. അങ്ങനെ അത് നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.